ബിംബപ്രതിഷ്ഠ നടത്തുന്നത് അത്ര വലിയ സംഭവമല്ല. പക്ഷേ അനേകം ബിംബപ്രതിഷ്ഠകൾ നടന്നിട്ടുള്ള കേരളത്തിൽ അവയിൽ ഒന്നു മാത്രം ഒരു ഉജ്ജ്വല ചരിത്രമാകണമെങ്കിൽ അതൊരു സാധാരണ സംഭവമായിരിക്കില്ല. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഒരു ചരിത്ര വിസ്ഫോടനമായിരുന്നു. നെയ്യാറ്റിലെ കയത്തിൽ മുങ്ങി ഗുരു പൊക്കിയെടുത്ത് അന്ന് പ്രതിഷ്ഠിച്ചത് ആധുനിക കേരളത്തെയാണ്. ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ബ്രാഹ്മണന്റെ ഹോയ്വിളി കേട്ടാൽ കീഴ്ജാതിക്കാർ പേടിച്ചരണ്ടോടിയിരുന്ന ഒരു കാലം. പൊതുവഴി ഉപയോഗിക്കാൻ അവകാശമില്ലാതെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങാൻ പോലും കഴിയാതെ നോട്ടം കൊണ്ട് പോലും സവർണന് തീണ്ടലാകാതിരിക്കാൻ പൊന്തക്കാടുകളിലൂടെ നൂണ്ട് മനുഷ്യർ നടന്നിരുന്നൊരു കാലം. വിദ്യാഭ്യാസത്തിനോ സ്വത്താർജിക്കാനോ എന്തിന് അവർണ ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട കാലം. മുലകൾക്ക് പോലും നികുതി നൽകേണ്ടിയിരുന്ന മനുഷ്യവിരുദ്ധമായ സ്മൃതികൾ ഭരിച്ചിരുന്ന കാലം. പൃഷ്ഠത്തിൽ കമ്പി അടിച്ചു കയറ്റി നാട്ടി നിർത്തി കൊല ചെയ്യുന്ന ചിത്രവധത്തിനു വരെ അവർണർ ഇരകളാക്കപ്പെട്ടിരുന്ന കാലം. പുളിച്ചത് എന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊന്ന കാലം. ജാതിയുമില്ല മതവുമില്ല, ഒരൊറ്റ മനുഷ്യജാതിയുള്ളൂ എന്ന് പറയാൻ 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശയിൽ തന്നെ തിരുവിതാംകൂറിൽ ഒരു ഹിന്ദുവും ധൈര്യപ്പെടില്ലായിരുന്നു. പക്ഷേ നാരായണ ഗുരു ആ ധൈര്യം കാണിച്ചു. ജാതിശാസനകൾ തെറ്റിച്ചു മാറുമറച്ച ഒരു സ്ത്രീയുടെ മുല മുറിച്ച് നീതി നടപ്പാക്കിയ കാലത്താണ് ഗുരു ജാതിക്കെതിരെ പറഞ്ഞതും പ്രവർത്തിച്ചതുമെന്ന് ഓർക്കണം. വിഗ്രഹപ്രതിഷ്ഠ ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ അധികാരമായിരുന്നു. എന്നാൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു ആ അധികാര കേന്ദ്രത്തെ അടിച്ചു തകർത്തു. സവർണാധിപത്യത്തിന്റെ അടിക്കല്ലുകൾ ഇളകുന്നതിന്റെ ഒച്ചയാണ് ആ കാലസന്ധിയിൽ അത്രയും കേരളം കേട്ടത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഇളക്കിവിട്ട പരിവർത്തനം കൊടുങ്കാറ്റിന്റെ ശക്തി ആർജിച്ച് കേരളത്തെ ചലിപ്പിച്ചു. ജാതി വേണം, അത് കൂടിയേ തീരൂ എന്ന് ശടിച്ച ഒരു ജനതയോട് ഗുരു പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ജാതി പോണം, അത് നിരർത്ഥകമാണ്, അനാവശ്യമാണ്, ആത്മനിഷേധമാണ്. ജാതിയിൽ നിന്നും മുക്തി നേടാനുള്ള പ്രധാന മാർഗമായി ഗുരു കണ്ടത് വിദ്യാഭ്യാസത്തെയാണ്. തലമുറകളായി തുടർന്നു പോന്നിരുന്ന എല്ലാ അജ്ഞതയ്ക്കും കാരണം നിരക്ഷരതയാണെന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രാമുഖ്യം നൽകാനും ഗുരു ഉപദേശിച്ചു. സ്വന്തം കുട്ടികളെയും കഴിയുമെങ്കിൽ അയലത്തെ പാവം കുട്ടികളെയും എന്ത് ത്യാഗം സഹിച്ചായാലും പഠിപ്പിച്ചുയർത്താനാണ് ഗുരു പറഞ്ഞു നൽകിയത്. മെഴുവേലിയിൽ ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ ക്ഷണിക്കപ്പെട്ടു ചെന്ന ഗുരു അവിടെ പള്ളിക്കൂടം പ്രതിഷ്ഠിക്കാനാണ് തയ്യാറായത്. അവിടെ ഉണ്ടായിരുന്ന സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് ആ സ്ഥാനത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചാണ് ഗുരു അന്ന് മടങ്ങിയത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സ്കൂളാണ് പിന്നീട് മൂലൂർ മെമ്മോറിയൽ ഹൈസ്കൂളായി ഉയർന്നത്. ന്യായമായ മാർഗത്തിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ വ്യാവസായികമായ വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ച് വരെ ഗുരു തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്തിയിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് പുരോഗതി നേടാനാകൂവെന്ന് ഗുരു ഉദ്ഘോഷിച്ചു. സാമ്പത്തികവും സാമൂഹികവുമായി എത്ര താഴ്ന്ന വിഭാഗത്തിലായാലും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന കേരളത്തിലെ ആ വിദ്യാഭ്യാസ സംസ്കാരം സൃഷ്ടിക്കപ്പെട്ടതിൽ നാരായണ ഗുരു ഉണ്ടാക്കിയ സ്വാധീനം വിസ്മരിച്ചുകൂടാ. ഗുരു പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങളുടെ നിർമ്മിതികൾ പരിശോധിച്ചാൽ അതിന്റെ രാഷ്ട്രീയം വ്യക്തമായി മനസ്സിലാകും. ആദ്യം വളരെ ചെറിയൊരു ക്ഷേത്രം പണിയും. അതിനുശേഷം അതിന്റെ മുന്നിൽ വലിയൊരു വഞ്ചി സ്ഥാപിക്കും. വഞ്ചിയിൽ നിന്നും ലഭിക്കുന്ന മൂലധനം ഉപയോഗിച്ച് ഭൂമി വാങ്ങുകയും അവിടെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തും. ഒടുവിൽ വിഗ്രഹത്തിന് പകരം കണ്ണാടികളും കെടാവിളക്കുമാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. പിന്നീട് പുറപ്പെടുവിച്ച സന്ദേശത്തിൽ നമുക്കിനി വേണ്ടത് ദേവാലയങ്ങളല്ല, വിദ്യാലയങ്ങളാണെന്ന് ഗുരു പ്രഖ്യാപിച്ചു. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഞാനും നീയും തമ്മിൽ ഭേദമില്ലെന്ന ഗുരുവിന്റെ ഈ വാക്കുകളിലാണ് ശരിയായ അദ്വൈതം കുടികൊള്ളുന്നത്. ഒരു സന്യാസിക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ഉപദേശമാണത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്ന് തുടങ്ങി നിന്നിലെ സ്പന്ദമാകണമെന്ന് ഗുരു പറയുന്നു. ഇത്രയും ഭൗതികമായൊരു ദൈവദർശനം ലോകത്ത് മറ്റാരും പറഞ്ഞിട്ടുണ്ടാകില്ല. നാരായണ ഗുരുവിന്റെ കർമ്മ പദ്ധതിയിലെ മുഖ്യ ഇനം തന്റെ അളവറ്ററിവ് ശിഷ്യർക്കും ലോകത്തിനും പകർന്നു കൊടുക്കുകയായിരുന്നു. ഗുരുവിന്റെ ശിഷ്യ പരമ്പര രാജ്യം കണ്ട മഹാരഥന്മാരാണ്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശാൻ, ഡോക്ടറും ബാക്ടീരിയോളജി വിദഗ്ധനും കേരള ശില്പികളിൽ ഒരാളുമായ ഡോക്ടർ പൽപ്പു, കേരള അംബേദ്കർ എന്ന് വിളിക്കപ്പെടുന്ന സഹോദരൻ അയ്യപ്പൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കാൻ ഗുരുവിനൊപ്പം പ്രവർത്തിച്ച വിദേശിയായ ഏണസ്റ്റ് ക്ലാർക്ക്, പുരോഗമന മലയാള സാഹിത്യത്തിന്റെ വക്താവും പണ്ഡിതനും കേരള യുക്തിവാദ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അങ്ങനെ നീളുന്നു മഹത്തായ ആ ശിഷ്യ പരമ്പര. ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പല മഹാന്മാരെയും മഹർഷിമാരെയും കണ്ടു. എന്നാൽ
മലയാളത്തിലെ നാരായണ ഗുരുവിനേക്കാളും എന്തിന് അദ്ദേഹത്തോട് തുല്യനായ ഒരു മഹാപുരുഷനെയും എനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ബിന്ദുവിലേക്ക് ഉറപ്പിച്ച ആ യോഗ നയനങ്ങളും ചൈതന്യം തുളുമ്പുന്ന ആ മുഖ തേജസ്സും ഞാൻ ഒരു കാലത്തും മറക്കില്ല. 1918 1926 കാലഘട്ടത്തിനിടയിൽ സിലോണിലേക്ക്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിലേക്ക് ഗുരു പലതവണ യാത്ര ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ബുദ്ധനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രതിഷ്ഠയെന്ന് ചരിത്രപരമായി വായിക്കാം. യു ആർ ദ ലൈറ്റ് ഓഫ് യുവർ സെൽഫ് എന്ന ബുദ്ധന്റെ ഐഡിയോളജിയാണ് ഗുരു മലയാള നാട്ടിലേക്ക് പറിച്ചു നട്ടത്.